ഇന്നൊരു സദ്യ സ്പെഷ്യൽ സിമ്പിൾ സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. പല രീതിയിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. അതായത് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല അടിപൊളിയായിട്ട് വെക്കാറുണ്ട്. അതല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പല ടൈപ്പ് സാമ്പാറുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പേ തന്നെ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഇത്തിരി വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് സമയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല. ഒരു പകുതി സവാള വേണം, ഒരു തക്കാളി, ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്, 3 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, പിന്നെ വെണ്ടക്ക, 2 പച്ചമുളക്. ഇത്രയും വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കണേ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ സാമ്പാർ പരിപ്പ് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നാലേ മാത്രമേ അതിൻ്റെ ആ പൊടിയൊക്കെ കംപ്ലീറ്റ് പോകത്തുള്ളൂ. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ പരിപ്പ് വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. നന്നായിട്ട് അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതവിടുന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ ഒന്ന് കുതിർന്ന് വരട്ടെ. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ അത്യാവശ്യ വലുപ്പത്തിൽ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ അരിയാനൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മളിവിടെ കുക്കറിൽ പരിപ്പ് വെന്ത് വന്നതിന് ശേഷം ഈ വെജിറ്റബിൾസ് മുഴുവനായിട്ട് അതിലേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും അതിൽ കൂടി കുറച്ച്, അതായത് ഈ വെജിറ്റബിൾസൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കൂടുതൽ വിസിൽ പോകണ്ട. നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഒന്നാമത് ഇതിൽ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് വെന്ത് കലങ്ങിപ്പോവും. അപ്പോൾ ഒറ്റ വിസിൽ മതി. എന്നിട്ട് അതൊന്ന് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒറ്റ വിസിൽ, കൂടുതൽ വിസിൽ വേണ്ട കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് ലൂസിനുള്ള ഒരു സാമ്പാർ നമുക്ക് കിട്ടും. കണ്ടോ, കറക്റ്റ് വെള്ളം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്ന് താളിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സാമ്പാർ റെഡി ആയോന്ന്? ഇല്ല, ഫൈനൽ സ്റ്റേജും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയോ ഓയിലോ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കൂല, അതുപോലെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൊടി, അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതായാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും അത് ആവശ്യത്തിന് ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ടിട്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കാം. അടിപൊളി സാമ്പാറാണ്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം. കുറച്ചും കൂടി കുറുകിയ കറിയ സാമ്പാറാണ് വേണ്ടതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.